നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ പുറത്തുവിട്ട മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെ ശബ്ദരേഖയിലൂടെയാണ് ഇപ്പോൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ച താനൂർ കസ്റ്റഡി മരണക്കേസ് വീണ്ടും ചർച്ചയായിരിക്കുന്നത്. ആ ഒരു ശബ്ദരേഖയിൽ സുജിത് ദാസ് പറയുന്നത് മരിച്ച താമർ ജിഫ്രിയുടെ ശരീരത്തിനുള്ളിൽ നിന്നും മയക്കുമരുന്നിന്റെ അംശങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇത് വ്യക്തമായിരുന്നു എന്നുള്ളതാണ് പി.വി. അൻവറിനോട് സുജിത് ദാസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ് താമർ ജിഫ്രിയുടെ കുടുംബം. ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെതിരെ രംഗത്തുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായിരുന്നു ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയായ ഘട്ടത്തിൽ മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ശബ്ദരേഖ കേട്ടിരുന്നോ? എന്താ തോന്നിയത്? സുജിത് ദാസ് ആദ്യം മുതലേ നമ്മൾ ഈ കേസിനെ എന്താ പറയുക വേറൊരു രീതിയിലേക്ക്, അതായത് ഒരു സാധാരണ ഒരു മരണം എന്നുള്ള രീതിയിലേക്ക് തിരിച്ചുവിടാനുള്ള എല്ലാ ശ്രമമാണ് ആദ്യം മുതലേ കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ഓഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് സുജിത് ദാസിന് വ്യക്തമായിട്ടുള്ള അറിവോടു കൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്നും അതിന് ശേഷം നടന്നിട്ടുള്ളതും ഈ SP-യുടെ നേതൃത്വത്തിലാണെന്നുള്ളതാണ് കറക്റ്റ് മനസ്സിലാവുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള 21 മാരകമായിട്ട് പരിക്കുകൊണ്ടാണ് അനിയൻ മരിച്ചതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടും ഇപ്പോഴും ഒരു MLA-യോട് ഈ വ്യക്തമായിട്ടുള്ള രീതിയിൽ പറയുന്നത് അത് മയക്കുമരുന്ന് അകത്തിൽ വിഴുങ്ങിയിട്ടുള്ള രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത്രയും പൊള്ളത്തരാണെന്ന് പറയണതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോഴും ഈ IPS ഉദ്യോഗസ്ഥനായ SP ഈ കേസിനെ വേറെ രീതിയിലേക്ക് തലതിരിച്ചിടാനുള്ള ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ശബ്ദരേഖയിൽ പറയുന്നുണ്ട് തല്ലിക്കൊല്ലണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അവിടെ ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും മർദ്ദനമില്ലാതെ ഒരിക്കലും മരിച്ചിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പറഞ്ഞത്. പിന്നെ അനിയനെ പിടിച്ചത് ഈ SP പറഞ്ഞത് 4 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഇവർ മരണം സംഭവിച്ചതെന്ന്. പക്ഷെ 4 മണിക്കൂറല്ല, അവരെ കസ്റ്റഡിയിൽ ഏകദേശം 10-12 മണിക്കൂറോളം നിന്നിട്ടാണ് അനിയൻ മരണപ്പെട്ടത്. അപ്പോൾ ഈ 10-12 മണിക്കൂർ അവരെന്ത് ചെയ്യായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ നിന്നത് ഏകദേശം 2-2.5 മണിക്കൂറായിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ അവർ എന്താ പറയുക നിയമപരമായിട്ട് എല്ലാത്തുള്ള രീതിയിൽ കസ്റ്റഡിയിലെടുത്ത് അവനെ വേണ്ട വിധം മർദ്ദിച്ചിട്ടാണ് ആ മരണം സംഭവിച്ചത്. 100% ഉറപ്പാണ്. പി.വി. അൻവറിനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ താമർ ജിഫ്രി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ആ മയക്കുമരുന്ന് വിഴുങ്ങിയത് കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന് സുജിത് ദാസ് പറയുന്നുണ്ട്. പക്ഷേ മർദ്ദനമേറ്റതായിട്ടുള്ള കൃത്യമായ രേഖപ്പെടുത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട്. ഇപ്പോഴും അത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ SP ഇപ്പോൾ ഈ കൊലയാളികളായിട്ടുള്ള അവരെ സംരക്ഷിക്കാനും ഇതുപോലെ എല്ലാ MLA-മാരും നേതാക്കന്മാരൊക്കെ കൈകാല് പിടിച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായാലും പല ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെളിപ്പെടുത്തലോടും അതേപോലെ തന്നെ ഇപ്പോൾ ഈ സംസാരം തന്നെ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് കേസ് അന്വേഷണം പിൻവലിക്കണം, അല്ലെങ്കിൽ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ തന്നെ പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് സംശയം. കൂടുതൽ അതായത് ഇപ്പം ആദ്യഘട്ടം മുതൽ നിങ്ങൾ കുടുംബമൊക്കെ ഉന്നയിക്കുന്നത് പോലെ തന്നെ വലിയൊരു വിഭാഗം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊന്നും ചിത്രത്തിൽ വരാത്തെന്നൊരു ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സുജിത് ദാസിന്റെ ശബ്ദരേഖയിൽ ഉൾപ്പെടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആ നിലയിലുള്ള വിമർശനമുണ്ട്. ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇങ്ങനൊരു മേലുദ്യോഗസ്ഥർ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഇപ്പോൾ ADGP ആയാലും ഇങ്ങനൊരു പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതാണെങ്കിൽ അവർ തക്കതായിട്ടുള്ള നടപടി അപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ SP ആയിക്കോട്ടെ, DYSP, അന്ന് SHO ഉള്ള സൈൻ ഷാ, CI ബെന്നി, ജീവൻ ജോർജ്, ഇവർക്കെതിരെ ഒരു വിരൽ പോലും അനക്കാതെ അവരിപ്പോഴും സുഖമായിട്ട് വസിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ ആഭ്യന്തരത്തിലുള്ള ഇപ്പോൾ ഈ ADGP മുതൽ എല്ലാ രീതിയിലും മേലുദ്യോഗസ്ഥരിൽ വളരെയധികം എന്താ പറയുക ഈ രീതിയിലുള്ള വളരെ മോശമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ IPS ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവരൊക്കെ കൃത്യമായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആദ്യഘട്ടം മുതൽ കുടുംബം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കൃത്യമായും തെളിയിക്കുന്ന ഒരു സംഭവമായി ഈ ശബ്ദരേഖ ഉൾപ്പെടെ മാറി. തീർച്ചയായും ഈ 4 പോലീസുകാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ പോലീസുകാർ വിചാരിച്ചാലൊന്നും ഈ സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ SP തന്നെ പറഞ്ഞു തല്ലിക്കൊല്ലാൻ വേണ്ടി
ഒരു വിചാരിച്ചതല്ല, കയ്യിൽ നിന്ന് മരിച്ചു പോയതാണ്. ഈ തല്ലിക്കൊല്ലാൻ വേണ്ടി വിചാരിച്ചതല്ലെങ്കിൽ എന്തിനാ അവർ ഈ രീതിയിലൊക്കെ ചെയ്തു? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ തന്നെ SP ഇതുപോലെ ഈ മേലുദ്യോഗസ്ഥരെല്ലാവരും ഒത്താശയോടു കൂടിയാണ് ഇവർ ചെയ്തതും അറസ്റ്റ് ചെയ്തതും അനധികൃതമായിട്ട് താമസിച്ച് അവരെ ഈ പ്രതികളായ അനിയൻ്റെ ഒപ്പമുള്ളവരും എല്ലാവരെയും കൂടി അവിടെ കോട്ടേഴ്സ് വെച്ച് മർദ്ദിച്ചതും അതിന് ശേഷം കൊലപ്പെടുത്തിയതിന് ശേഷം അവർ ഈ എന്താ പറയുക മറ്റുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി പല രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നും എടുത്തു പറയുകയാണെങ്കിൽ വളരെയധികം ഗുരുതരമായ തെറ്റാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനൊന്നും ADGP മുതൽ അല്ലെങ്കിൽ ആഭ്യന്തരത്തിലുള്ള ഒരു നടപടിയും വലിയൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ഈ 8 കോൺസ്റ്റബിൾമാർ മാത്രമാണ്, ഒരു SI ഉൾപ്പെടെയുള്ള മാത്രമാണ് അവർ ഈ സസ്പെൻഷനിലായത്. ഇതുപോലെ വെളിപ്പെടുത്തൽ നടത്തിയ കൃഷ്ണലാൽ ഇതേ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു. അന്നൊന്നും ഇവർക്ക് ഇതുപോലത്തെ ഒരു അന്വേഷണം ഒരു മികവൊന്നും ഇവർക്കുണ്ടായില്ല. അപ്പോൾ ഈ SP തന്നെ ഇതേ കാര്യം പിന്നെയും പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം ഇയാളെ അറിവോടുകൂടിയാണ് ഈ കോൺസ്റ്റബിൾ ആയാലും ബെന്നി എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. തീർച്ചയായും അതുതന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ. സുജിത് ദാസിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ അത് കൃത്യമായും അടിവരയിടുന്നു എന്നുള്ളതാണ് ഹാരിസ് ജിഫ്രി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അൻവർ MLA വളരെയധികം ഈ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പുറത്തുവിട്ടത് വളരെ താങ്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്ന ആരായാലും ഈ ഭരണപക്ഷത്തുള്ളവർ ഇതുവരേക്കും നമ്മളെ കേസിൽ വേറെ മുഖ്യമന്ത്രി അല്ലാതെ വേറെ ആളും ഇതിന് വലിയ രീതിയിൽ പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഈ അൻവർ MLA പറഞ്ഞ കാര്യത്തോട് അനുകൂലിച്ച് വേറെ ആർക്കെങ്കിലും വിശദമായിട്ട് പറയാനുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ SP പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഇതേ സ്റ്റേറ്റ്മെൻറ്റാണ് താന്നൂർ അന്ന് റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ജയൻ അവിടുത്തെ നേതാവുണ്ടല്ലോ, എനിക്ക് ആളെ കറക്റ്റ് പരിചയമില്ല, ആ ജയൻ ആ നേതാവ് പറഞ്ഞത് ഇതേ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇങ്ങനെ സംഭവിച്ചിരുന്നു, പല്ലുകൾ ഇങ്ങനെ ദ്രവിച്ചിട്ടുണ്ട്, അതേപോലെ മയക്കുമരുന്നാണ്, ഇതേ സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഈ SP പറഞ്ഞു കൊടുത്ത അതേ ഇപ്പം ഇന്നത്തെ വാക്കും അന്ന് രണ്ടും കൂടി എടുത്ത് വെച്ചാൽ കറക്റ്റ് മനസ്സിലാവും ഇയാൾ അതേ പറഞ്ഞതാണ് അന്ന് ജയൻ പറഞ്ഞതും. അപ്പോൾ ഇയാളെ എത്രത്തോളം ആരൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് ഇപ്പോൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായി പുറത്തു വരുന്നത്. അത് തന്നെയാണ് കൃത്യമായ ഒരു ധാരണ ഇത്തരത്തിലുള്ള പാർട്ടി വൃത്തങ്ങൾ ഉൾപ്പെടെ ഉന്നത നേതാക്കളുമായൊക്കെ തന്നെ സുജിത് ദാസിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹാരിസ് ജിഫ്രി വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഇപ്പോഴും CBI മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. തുടരന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം CBI ഇങ്ങനൊരു വെളിപ്പെടുത്തൽ CBIൻ്റെ തെളിവായിട്ട് എടുത്ത് അതിന് ഒരു അന്വേഷണം ഈ അൻവറിനെയും സുജിത്തിനെയോടും പ്രത്യേകിച്ച് ഒരു മൊഴിയെടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് കുടുംബം ആവശ്യപ്പെടുന്നു. അതാവശ്യം CBIനോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ പുറത്തു വന്ന ശബ്ദരേഖയുൾപ്പെടെ ഈ താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിലൊരു തെളിവായി എടുത്തുകൊണ്ട് അത് കേസന്വേഷണത്തിന്റെ ഭാഗമായി എടുത്തുകൊണ്ട് ഇവരൊക്കെ തന്നെ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അൻവർ MLAയുടെ ഇടപെടലിന് പ്രത്യേക നന്ദിയും ഈ ഒരു ഘട്ടത്തിൽ ഹാരിസ് ജിഫ്രി നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ബിജിത്തൂർ കടപ്പിനൊപ്പം റിപ്പോർട്ടർ മുബഷർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.